ഓം സായിറാം. എല്ലാവർക്കും സായി കൃപവാണിയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞ ആ ഒരു അത്ഭുത ലീലയുടെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഇന്നലെ പറഞ്ഞത് നീന എന്ന അമ്മയ്ക്ക് ബാബ കോമ സ്റ്റേജിൽ നിന്നും വരുന്ന സമയത്ത് കൊടുത്ത ഒരു സ്വപ്ന ദർശനം അല്ലേ. അതിൽ ബാബ പറയുന്നത്, നീ ഏത് സാഹചര്യത്തിലും എൻ്റെ ഈ കാലുകളെ മുറുകെ പിടിച്ചാൽ അവിടെ ഞാൻ എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ അതിനൊരു കാരണമുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, നീന എന്ന അമ്മ ബാബയെ അറിയുന്നതും ബാബയോടുള്ള ഭക്തി തുടങ്ങുന്നതുമൊക്കെ അവരുടെ അച്ഛനിലൂടെ ആയിരുന്നു. നാരായൺ ഠാക്കൂർ എന്ന് പറയുന്നതായിരുന്നു അവരുടെ അച്ഛൻ്റെ പേര്. അപ്പോൾ ഈ നാരായൺ ഠാക്കൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എല്ലാം ബാബയായിരുന്നു. എന്തും ബാബയെ സമർപ്പിച്ച് ചെയ്യുക, ബാബയുടെ ആത്മാർത്ഥമായ ഭക്തി, അതിലുപരി വലിയ വിശ്വാസമായിരുന്നു ബാബയിൽ. അപ്പോൾ എല്ലാ വർഷവും ഈ ജൂലൈ മാസം ഇന്നും നമ്മുടെ ഷിരഡിയിൽ നടന്നു പോകുന്ന ഒരു ഉത്സവമുണ്ട്. അത് നാമസപ്താഹമാണ്. നാമസപ്താഹം അത് നമ്മുടെ സായി സച്ചരിത്ര 7 ദിവസം നാമസപ്താഹമായി പാരായണം ചെയ്യുന്ന ഒരു ഉത്സവം. അപ്പോൾ ഈ ജൂലൈ മാസം ഈ നാമസപ്താഹം ഷിരഡിയിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ നാരായൺ ഠാക്കൂർ അദ്ദേഹവും ഈ നാമസപ്താഹം തുടങ്ങുമായിരുന്നു. അപ്പോൾ ഒരു മുടക്കവും ഒരു വർഷവും അദ്ദേഹം വരുത്തിയിട്ടില്ല. അപ്പോൾ എപ്പോഴൊക്കെയാണോ ഷിരഡിയിൽ ജൂലൈ മാസം നാമസപ്താഹം തുടങ്ങുന്നത്, ആ സമയം അദ്ദേഹത്തിന് നാമസപ്താഹം തുടങ്ങും. അങ്ങനെ സായി സച്ചരിത്ര വായിക്കുന്നു. 7 ദിവസം കൊണ്ട് പാരായണമായി അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു നാമസപ്താഹം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ബാബയുടെ തൃപ്പാദങ്ങളെ ആശ്രയിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണേ എന്നാണ് അദ്ദേഹം ആ ഒരു നാമസപ്താഹം തീരുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. നാമസപ്താഹത്തിൽ മാത്രമല്ല, അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ബാബയോട് ആവശ്യപ്പെട്ടതുമായ ഒരേ ഒരു കാര്യം അത് മാത്രമായിരുന്നു: ബാബയുടെ തൃപ്പാദങ്ങളെ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാകണം എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായിരിക്കും അല്ലേ, അദ്ദേഹം എന്താണോ ബാബയോട് ആവശ്യപ്പെട്ടത് അത് അദ്ദേഹത്തിൻ്റെ വരും തലമുറകളിലും ആ അനുഗ്രഹം ബാബ കൊടുത്തു എന്നുള്ളതിന് ഒരു തെളിവാണ് ആ നീന എന്ന അമ്മയോട് ബാബ സ്വപ്നദർശനത്തിൽ പറഞ്ഞതല്ലേ. അവരുടെ അച്ഛൻ എന്താണ് ആവശ്യപ്പെട്ടത്? ബാബയുടെ തൃപ്പാദങ്ങളിൽ ആശ്രയിച്ച് എനിക്ക് ജീവിക്കാനുള്ള ഭാഗ്യം. ബാബ ആ ഒരു ഭാഗ്യം ചോദിച്ച സമയത്ത് ബാബ എങ്ങനെയാണ് അത് ഇരട്ടിയായാണ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ എല്ലാ തലമുറകളിലും ആ ഒരു അനുഗ്രഹം ബാബ കൊടുത്തു എന്നുള്ളതാണ്. അതിനുള്ളൊരു തെളിവായിരുന്നു ബാബ അത് അദ്ദേഹത്തിൻ്റെ മകളെ ഓർമ്മിപ്പിച്ചതും. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ആ ഒരു സമയം, ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ച് അതിലൂടെ അവർക്കൊരു മോചനം നൽകിയതുമൊക്കെ അതിനുള്ള വ്യക്തമായ ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ നാരായൺ ഠാക്കൂർ അദ്ദേഹത്തിന് നാമസപ്താഹത്തിൽ ബാബയുടെ ഒരു പ്രസൻസ്, സാമീപ്യമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു കേട്ടോ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരുപാട് വർഷം, ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും മുടങ്ങാതെ നാമസപ്താഹം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഒരുപാട് വർഷം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹം നാമസപ്താഹം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. കാരണം ഇപ്പോഴൊക്കെ അദ്ദേഹം ആ ഒരു സമീപകാലത്തൊക്കെ നാമസപ്താഹം തുടങ്ങുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിനൊരു ഗന്ധം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഗന്ധമെന്ന് പറയുന്നത് പുകയിലയുടെ സ്മെല്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ സായി സച്ചരിത്രയിൽ വായിച്ചിട്ടുണ്ടല്ലേ, ബാബ ചിലിം പുകയ്ക്കാറുണ്ടായിരുന്നു എന്നല്ലേ. അതേ പുകയിലയുടെ സ്മെല്ല് അദ്ദേഹം നാമസപ്താഹം തുടങ്ങുന്ന സമയം മുതൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ നാരായൺ ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ചുറ്റും ആ ഒരു സ്മെല്ല് എപ്പോഴും സദാ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ 7 ദിവസവും അദ്ദേഹം നാമസപ്താഹം ചെയ്യുന്ന സമയത്ത് ആ ഒരു പുകയിലയുടെ സ്മെല്ല് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിയുമായിരുന്നു. അത് ബാബയുടെ ഒരു പ്രസൻസാണ്. കാരണം നമ്മൾ വായിച്ചിട്ടുള്ളത് ചിലിം പുകയ്ക്കാറുണ്ട്, ബാബയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതും. ഇദ്ദേഹം നാമസപ്താഹം തുടങ്ങുന്ന സമയം മുതൽ അത് തീരുന്ന സമയം വരയ്ക്കും അദ്ദേഹത്തെ ആ ഒരു സ്മെല്ല് പിന്തുടരുന്നുണ്ട്. അപ്പോൾ നാരായൺ ഠാക്കൂറിന് മനസ്സിലായി, തൻ്റെ നാമസപ്താഹം കേൾക്കാൻ ബാബ തന്നോടൊപ്പം തന്നെ ഈ 7 ദിവസവും കൂടെ ഉണ്ട് എന്നുള്ളൊരു സത്യവും ബാബയുടെ ആ ഒരു സാമീപ്യവും അദ്ദേഹം തിരിച്ചറിയുകയാണ്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടും പരിപൂർണ ഭക്തിയോടും കൂടി ബാബയുടെ നാമം ഉച്ചരിക്കുന്ന സമയത്ത് ഉറപ്പായും നമ്മുടെ കൂടെ ബാബ എത്തും എന്നുള്ളതാണ്. അത് ഏത് രൂപത്തിലുമായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബാബ തന്നെ പറഞ്ഞിട്ടുണ്ട്, നായായും പൂച്ചയായും പല രൂപത്തിലും മനുഷ്യനായും
ഒക്കെ ബാബ നമ്മുടെ മുമ്പിൽ എത്തിയേക്കാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, ബാബ ഏതൊരു രൂപത്തിൽ നമ്മളോടൊപ്പം വന്നാലും ബാബയെ അതിലൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ഭക്തി പൂർണ്ണമാകുന്നത്. നാരായൺ ഠാക്കൂർ അദ്ദേഹം ആ ഒരു സ്മെല്ല് ബാബയുടെ ആ ഒരു പ്രസൻസ് ആണെന്ന് മനസ്സിലാക്കുകയും ബാബ തന്നോടൊപ്പം ഉണ്ടെന്നും തൻ്റെ ഭക്തി ബാബ ഏറ്റെടുത്തിരിക്കുന്നു എന്നുമുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ നാമസപ്താഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 7 ദിവസം കൊണ്ട് സായി സച്ചരിത്ര പൂർണ്ണമായി വായിച്ചു തീർക്കുക. നമ്മളിപ്പോൾ ഒരു വ്യാഴാഴ്ച ദിവസം തുടങ്ങി ഓരോ ദിവസം ഒരു 7 അധ്യായമൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അടുത്ത ബുധനാഴ്ച നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ശേഷം നിങ്ങൾ ആ ഒരു തീരുന്ന ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെറിയൊരു നൈവേദ്യം ബാബയ്ക്ക് കൊടുത്ത് ആ ഒരു നാമസപ്താഹം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വലിയ 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 കാര്യങ്ങൾ നൈവേദ്യമായി കൊടുക്കണമെന്ന് പറയുന്നില്ല, ഒരു ചോക്ലേറ്റോ ഒരു ബിസ്ക്കറ്റോ. കാരണം ബാബ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പരിപൂർണ്ണ ഭക്തിയോടെ എനിക്ക് നൽകുന്നത് എന്തും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നല്ലേ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എന്തും നിങ്ങൾക്കൊരു നൈവേദ്യമായി ബാബയ്ക്ക് കൊടുത്ത് നിങ്ങളുടെ നാമസപ്താഹം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അതിനു വേണ്ടിയും നമുക്ക് നാമസപ്താഹം ചെയ്യാം കേട്ടോ. എല്ലാ മാസവും നിങ്ങൾക്ക് പറ്റുന്ന ഒരു വ്യാഴാഴ്ച ദിവസം തിരഞ്ഞെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങളത് വായിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പ്രാർത്ഥനയാണോ, നിങ്ങൾ എന്താഗ്രഹമാണോ ബാബയുടെ മുന്നിൽ വെച്ചത്, ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും. കാരണം നാമസപ്താഹം അല്ലെങ്കിൽ നാമസ്മരണ എന്നൊക്കെ പറയുന്നത് വെറും സായി സായി എന്ന് ഉച്ചരിച്ചാൽ പോലും അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ബാബ എപ്പോഴും പറയാറുണ്ടല്ലേ. അതുകൊണ്ട് നിങ്ങൾ പരിപൂർണ്ണ ഭക്തിയോടുകൂടിയാണ് നാമസപ്താഹം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും, ചെറുതുമായിക്കോട്ടെ വലുതുമായിക്കോട്ടെ, ഏത് പ്രാർത്ഥനകളും ബാബ ഉറപ്പായിട്ടും സ്വീകരിക്കും. അതിനുള്ളൊരു ഫലം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് ബാബ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പരിപൂർണ്ണ ഭക്തിയിൽ ഉറപ്പായിട്ടും ബാബ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്ന് പറഞ്ഞ നാരായൺ ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ നാമസപ്താഹത്തിൽ സംഭവിച്ച ബാബയുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാമസപ്താഹം ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യൂ. അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ വരും തലമുറകളിലും ആ ഒരു അനുഗ്രഹം ഉറപ്പായിട്ടും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.